ഇവിടെ ഒരു അയൽവാസിയായ ഒരു ചേച്ചി അവര് വലിയ ഭീതിയിലാണുള്ളത്. ഇന്നലെ ഒരു ഞെട്ടലുണ്ടാക്കിയത് ഇയാളെ പിടികൂടാതെ ഒരു സമാധാനം ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അല്ലേ? അയാളെ ഞാൻ പോകുമ്പോ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ 2-3 ദിവസം എന്നെയാണ് വിളിക്കുന്നത്. അവളെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു, എന്റെ വീട് ശ്രദ്ധിച്ചില്ല, ശരി, എന്തായാലും ഞാൻ തന്തുവിലേക്ക് വരാം. ഇപ്പോൾ പ്രതിക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ തന്നെ നെല്ലിയാമ്പതി വനമേഖലയിലേക്ക് പ്രതി ചെന്താമര കടന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ ഇന്നലെ രാത്രി വൈകിയും അന്വേഷണ സംഘം നടത്തിയിരുന്നു. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ പേടിയായിട്ട് ജീവിക്കേണ്ട കാര്യമില്ല. അത് ചെയ്തില്ല. ഇവര് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞു. ആ 3-4 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ പോയി. പിന്നെ ആ കുട്ടിന്റെ അച്ഛനും പോയി പറഞ്ഞു. എന്നിട്ടും അവര് ഒരു നടപടിക്ക് അയാളെ വിളിച്ചിത്തിരി ഇതാക്കി വിട്ടു. അയാളവിടെ തമിഴ്നാട് പോകണം. എന്നാൽ ഇവര് വന്ന് അയാൾ തമിഴ്നാട് പോയോ, ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഇവര് വന്ന് അന്വേഷിക്കണ്ടേ? സർക്കാർക്ക് അതല്ലേ നമ്മളൊരു അപേക്ഷയും കൊണ്ട് പോയി അത് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? ഇയാൾ ഇവിടെ മറ്റുള്ളവരെയും ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതേപോലെ ആദ്യം ഭീഷണി ഉണ്ടായിരുന്നു. പിന്നെ മറ്റുള്ളവരെ പറഞ്ഞ് ഞങ്ങളെയാണ് ഇപ്പൊ 2 വഴിക്കാരനെയും. അപ്പൊ ഞങ്ങളല്ല ഇയാളുടെ അടുത്തുള്ളത്. എന്നെ 2-3 ദിവസമായി നോട്ട് വിട്ടു. ഞാൻ എപ്പോഴും വീട്ടിനുള്ളിൽ കയറി വാതിലൊക്കെ അടയ്ക്കും. അതേപോലെ വെളിയിൽ വരുമ്പോൾ വേഗം ഇങ്ങോട്ട് ഓടിക്കൊണ്ടുവരും. പിന്നെ ഇവരുടെ അടുത്തൊക്കെ പാല് വാങ്ങാൻ വരുമ്പോൾ ഇത് എന്റെ അമ്മായിന്റെ മകനാണ്. അപ്പൊ അവരുടെ അടുത്തൊക്കെ പറയും. പിന്നെ എന്റെ ആങ്ങളയുണ്ട്. അതുകൊണ്ടൊക്കെ ഇത്തിരി ഒരു ഇതില്ലാതിരുന്നാണ്. അതായത് ശരിക്കും നിങ്ങൾ ഇയാളെ ഭയന്ന് ജീവിക്കുന്ന പിന്നെ ഭയന്ന് ജീവിക്കണമെന്ന് ആ ചേച്ചിനെ കൊലപാതകം ചെയ്തതല്ലേ. അത് കഴിഞ്ഞിട്ട് അപ്പം ഞങ്ങൾ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അപ്പം ഞങ്ങൾ അന്നും ഞങ്ങൾ പോയെന്നെ. ഇന്നലെയും ഞാനുണ്ടെങ്കിൽ ഇന്നലെയും എന്നെ കൊന്നിട്ടുണ്ടാവും. നല്ല 10 മിനിറ്റിന് മുമ്പാണ് ഞാൻ പോയത്. അപ്പൊ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ വിചാരം അയാളെ ശ്രദ്ധിക്കണ്ട പറഞ്ഞിട്ട് പിന്നെ നമ്മളെ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലോ പറഞ്ഞിട്ട് ഞാനിങ്ങോട്ട് വന്നു. എന്ത് പറഞ്ഞ അയാളെ ഭീഷണിപ്പെടുത്തുന്നു പറഞ്ഞ തന്നെ കൊലപാതകം കൊല്ലും പറഞ്ഞാൽ കൊല്ലും. അവിടെയൊക്കെ വൃത്തിയാക്കിയ മരങ്ങളൊക്കെ ചെടിയും ചുറ്റും വെട്ടിക്കഴിഞ്ഞാൽ കൊല്ലുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഇവർ 2 പേരും ഇന്നലെ കൊല ചെയ്തിരിക്കുന്നത്. അയാൾ ഇങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ ഒരാഴ്ച എല്ലാം വട്ടലും പിടിക്കലും ചെത്തലും കോരലും ജനലിൽ കൂടെ വന്ന് നോക്കല്, ലൈറ്റ് കത്തിക്കല്, എന്നെ ശ്രദ്ധിക്കില്ല. എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് ഇവിടെയുള്ളവരുടെ അടുത്ത് പറഞ്ഞു അവളെ എന്നെ നോക്കണ്ടാ പറയാം. എന്റെ വീട്ടിക്ക് നോക്കിക്കഴിഞ്ഞാലല്ലേ അവളെന്തിനാ എന്നെ നോക്കണത്? അവള് നോക്കണം കൊണ്ടല്ലേ എന്നെ കാണുന്നതെന്ന്. ഇയാളെ എങ്ങനെ പേടിക്കാതിരിക്കും? ഇയാൾ ഈ ജാമ്യം ലംഘിച്ചാണ് ഇവിടെ വന്നതെന്ന് പറയുന്നു. ഈ പോലീസിൽ പരാതിപ്പെട്ടപ്പോ പോലീസ് എന്താണ് പറഞ്ഞത്? ജാമ്യം കോർട്ടിൽ പോയി പറയാൻ പറഞ്ഞു. അവര് അയാൾക്ക് ജാമ്യം കൊടുത്തിരിക്കുകയാണ്. കോർട്ടുകാർ ജാമ്യം ആദ്യം പറഞ്ഞു അവര് ഏട്ടനാണ് ജാമ്യത്തിലെടുത്തു എന്ന് ഞങ്ങൾ പോയി പറഞ്ഞു. അതല്ല പിന്നെ രണ്ടാമത് പോയപ്പോ കോർട്ടാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത്, കോർട്ടിൽ പോയി പറയും എന്ന് പറഞ്ഞു. അയാൾ നിങ്ങളെ കണ്ണ് കാണിച്ചോ, മൂക്ക് കാണിച്ചോ, ചെറി കാണിച്ചോ? അയാളുടെ പാട്ടിലല്ലേ ഇരിക്കും. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയാളെ ശിക്ഷ കാലാവധി കഴിയുമ്പോൾ അയാളും കൊണ്ടുപോകും. അതായത് ഇത്രയും ഭീകരനായ ഒരു വ്യക്തി ഇവിടെ ഉണ്ടായിട്ടും പോലീസ് ആവശ്യമായ നടപടി എടുത്തില്ല, വന്നില്ല. എപ്പ വന്ന് അവര് കാവലിരിക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ എനിക്ക് ഇത്. അതൊരു ദിവസം ശരി. ഇനിയിപ്പോ ഇവർക്ക് പരാതികൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇയാൾ എന്താ ചെയ്യണ, ഇയാൾ എവിടെയാണ്? വേണ്ട, അയാളുടെ വീട്ടിലേക്ക് വരണ്ട. അവർക്ക് പേടി. ആൾക്കാരുടെ അടുത്ത് വന്ന് അന്വേഷിച്ചൂടെ? ആരെങ്കിലും ഒരാളെങ്കിലും പറയാതിരിക്കുമോ? അപ്പൊ ഞങ്ങളിവിടെ ഒറ്റപ്പെട്ട വീടുകളായത് കൊണ്ടല്ലേ. അപ്പൊ അവര് 2 പേരെയും കുഴപ്പം ഒരു മനുഷ്യരില്ല. അതേ സ്ഥാനത്ത് ഞാനുണ്ടെങ്കിൽ അവര് 2 പേരില്ലാതിരുന്നു. അവര് ഒരാഴ്ച 2 ആഴ്ച അവിടെ ഇല്ല. ആ തള്ളമ്മയും ഇല്ല, അയാട്ടനില്ല. അയാട്ടൻ ഇന്നലെ വണ്ടിക്ക് വന്നാണ്. കഴിഞ്ഞ ആഴ്ച തേവറമണിയിൽ കല്യാണമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ എന്നെയായിരുന്നു അയാൾക്ക് ഭീഷണി. അവളെ എന്നെ നോക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. വെളിയിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ വെളിക്ക് ഞാനും അമ്മയൊക്കെ കൊച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ വെളിയിൽ ഇറങ്ങി വെള്ളം പിടിക്കുകയും പാത്രം കഴുകുകയും തുണിയലക്കാകുമ്പോ വാതിൽ തുറക്കും. ഈ ചെന്താമരയെ പിടികൂടാതെ ഉറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. പിന്നെ രാത്രിയായ പിന്നെ അതല്ല മൂത്രമൊഴിക്കാനൊന്നും എനിക്കില്ല സാറേ. ഞങ്ങൾ പേടിച്ചിട്ടാണ്. പിന്നെ അനിയനുണ്ടെങ്കിൽ മാത്രമേ വെളിയിലേക്ക് ലൈറ്റുകൾ, അത് ഒരു ലൈറ്റ് ഇട്ട് തരാൻ പറയാം കമ്പിക്കാല്. ഇപ്പൊ കണ്ട ഇന്നലെ ഇരുട്ട് കുത്തിയിരുന്നത്. ഇയാൾ അവിടെ നിൽക്കണു, എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. ഞങ്ങൾ അവരുടെ അടുത്തും പഞ്ചായത്തിലൊക്കെ പോയി പറഞ്ഞു. വില്ലേജിക്ക് പോയി എല്ലാവിടെയും ഞങ്ങൾ പോകാത്തവിടെ. ഇയാൾ വന്നാൽ തൊട്ട് ഈ 2 മാസം ഇവര് ആൾക്കാരൊക്കെ പറഞ്ഞു അയാളുടെ പാട്ടിരിക്കാൻ നീ പാട് നോക്കണേ, നിങ്ങളൊന്നും ചെയ്യില്ല. ഇങ്ങനെ ആയിട്ടാണ് ഇപ്പൊ ചെയ്തത് 2 ആളും. ഇപ്പൊ ഇന്നലെ ഞാനും ഒരു 10 മിനിറ്റിന് മുമ്പ് ഉണ്ടെങ്കിൽ എന്നെ ഇതേ പരിഭവമാക്കിയിട്ടുണ്ടാവും. അതായത് ദിവ്യ, ഇവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ എത്രത്തോളം ഗുരുതരമായിരുന്നു കാര്യങ്ങൾ എന്നുള്ളത് വ്യക്തമാണ്. ഈ സ്ത്രീ തന്നെ പറയുന്നു, വളരെയധികം പ്രശ്നക്കാരനായ ഒരു വ്യക്തി, അയാളുടെ ഒരു സ്വഭാവ രീതി, ഇയാൾ കൊലപ്പെടുത്തും എന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും എന്നുള്ള ഒരു നിലയിലാണ് കാര്യങ്ങളുള്ളത്. ഇത്രയും പ്രശ്നങ്ങളുള്ള വ്യക്തി, ഇത്രയും ഗുരുതര സ്വഭാവമുള്ള ഒരു വ്യക്തി ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ വന്നു നിന്നത്. നിരവധി തവണ ഈ വിഷയം പോലീസിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടും ആവശ്യമായ
നിയമപരമായ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും വളരെയധികം ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച സമയത്ത് പോലീസ് ഇടപെട്ട് ഇയാളുടെ ജാമ്യം റദ്ദാക്കിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതിനിടെ കൂടോത്രം നടത്തി, സുധാകരന്റെ ഭാര്യ കൂടോത്രം നടത്തിയെന്ന വൈരാഗ്യത്തെ തുടർന്നായിരുന്നോ ഈ കൊലപാതകമൊക്കെ നടന്നത്? അങ്ങനെയാണോ ഇപ്പോൾ അറിയാൻ കഴിയുന്നത്? അതെ ദിവ്യ, അതായത് 2019 ഈ ഒരു സംഭവം. സുധാകരനെ സംബന്ധിച്ച് ഇയാൾ ഒരു അന്ധവിശ്വാസിയാണ് എന്നുള്ളത് നാട്ടുകാർ പറയുന്നു. 2019 ഈ ഒരു കൊലപാതകത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഈ ചെന്താമരയുടെ ഭാര്യ പിണങ്ങി പോവാൻ കാരണമായത് നീളമുള്ള മുടിയുള്ള ഒരു സ്ത്രീയാണ് എന്നത് ഒരു ജ്യോത്സ്യം പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെയുള്ള സ്ത്രീകളോടൊക്കെ ഇയാൾക്ക് വൈരാഗ്യം വരികയാണ്. അങ്ങനെയാണ് ഈ സജിതയെ 2019 വീട്ടിൽ കയറി പിന്നിൽ കൂടെ പോയി കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്നത്. തുടർന്ന് ഇയാൾ ഒളിവിലേക്ക് പോവുകയും ചെയ്യായിരുന്നു. തുടർന്ന് ഇപ്പോൾ ഈ ജാമ്യത്തിൽ വന്ന് 2 മാസം ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെയുള്ള സ്ത്രീകളെയൊക്കെ സമാനമായ രീതിയിൽ ഇയാൾ ഭീഷണിപ്പെടുത്തുകയാണ്. അതായത് നിങ്ങൾ കാരണമാണ് എന്റെ ഭാര്യ ഇവിടെ നിന്നും പിണങ്ങിപ്പോയത് എന്നുൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വല്ലാതെ ഭീഷണിപ്പെടുത്തുകയാണ്. അവരെ കൊലപ്പെടുത്തുമെന്ന് ഒക്കെ പറഞ്ഞ് കൊടുവാളൊക്കെ ഉപയോഗിച്ച് കൊടുവാളൊക്കെ കാണിച്ചാണ് ഭീഷണിപ്പെടുത്തുന്നത്. അങ്ങനെ ഇവിടെയൊക്കെ എല്ലാവരും ഭയപ്പെടുത്തി നിൽക്കുന്ന ഒരു സാഹചര്യം. ഇവിടെ ഇപ്പോൾ ഈ ഒരു സ്ത്രീ പറഞ്ഞതനുസരിച്ച് രാത്രിയൊക്കെ ഈ പുറത്തേക്ക് ഇറങ്ങാൻ ഭയപ്പെടുന്നു ഇയാൾ ഇവിടെ ഉള്ളത് കാരണം. ഇപ്പോഴുള്ള ഒരു പശ്ചാത്തലമല്ല, രാത്രിയായി കഴിഞ്ഞാൽ ഇവിടെ വെളിച്ചമൊന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഒരു പ്രതി ഇവിടെയൊക്കെ തന്നെ ഉണ്ടെങ്കിൽ കാണില്ല എന്നുള്ളതാണ്. അയാൾ എന്ത് ചെയ്യും എന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. ഏതായാലും പോലീസിന്റെ 100 പോലീസുകാർ ഇവിടേക്ക് പരിശോധനയ്ക്കായി എത്തുന്നുണ്ട്. അവർ സംഘം തിരിഞ്ഞാണ് പല മേഖലകളിലും പരിശോധന നടത്തുന്നത്. ഇന്നലെ രാത്രി ഈ വ്യക്തി ഇവിടേക്ക് വരും എന്നുള്ളതാണ് കരുതിയിരുന്നത്. അതായത് 2019 ഇയാൾ ഈ കൊലപാതകം നടത്തി പോയതിനു ശേഷം വീണ്ടും ഇവിടേക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി വരികയായിരുന്നു. ഇയാളുടെ ഒരു സ്വഭാവം അനുസരിച്ച് ഭക്ഷണം ഇല്ലാതെ ഈ ചെന്താമരയ്ക്ക് നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. അപ്പോൾ എവിടെയുണ്ടെങ്കിലും വിശന്നാൽ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി സമീപത്തേക്കൊക്കെ എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വന്നിട്ടില്ല. പോലീസ് തെരച്ചിൽ വ്യാപകമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം കൊല്ലപ്പെട്ട സുധാകരന്റെയും അമ്മ ലക്ഷ്മിയുടെയും പോസ്റ്റ്മോർട്ടം എപ്പോഴാണ്? സംസ്കാര ചടങ്ങുകൾ എപ്പോഴായിരിക്കും? നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. 8 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് മൃതദേഹങ്ങൾ കുടുംബത്തിന് വിട്ടു നൽകുക. പക്ഷേ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇനി തീരുമാനിക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുടുംബം പൂർണ്ണമായും അനാഥമായ നിലയിലാണ് കാര്യങ്ങളുള്ളത്. ഒരു മകൾ അനഘയുടെയൊക്കെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. അപ്പോൾ അത്തരത്തിൽ ആ കുട്ടി ഒറ്റപ്പെട്ട സാഹചര്യമാണുള്ളത്. അവിടെ ഇനി കുടുംബം ആ കുട്ടികളെയൊക്കെ എന്ത് ചെയ്യും എന്നുള്ള ഒരു വിഷമം നാട്ടുകാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ സംസ്കാര ചടങ്ങുകളൊക്കെ ഇനി നടക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ ഉടൻ തന്നെ തീരുമാനമാകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഏതായാലും 8 മണിക്ക് പോസ്റ്റ്മോർട്ടം നടക്കും. 1 മണിക്കൂർ കൊണ്ട് തന്നെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടക്കുക. അതിന് പിന്നാലെയായിരിക്കും ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുക. എന്തായാലും പ്രതി ചെന്താമരയ്ക്കായി പോലീസ് വല വിരിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കൂടി പുറത്തുവരുന്നത്. ആ റിപ്പോർട്ടിലുള്ളത് ഇന്നലെ കൊല്ലപ്പെട്ട ലക്ഷ്മിയുടെയും സുധാകരന്റെയും ഒക്കെ ദേഹത്ത് ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. മറ്റൊരു പ്രധാന കാര്യം, സുധാകരന്റെ ഭാര്യ സജിതയെ 2019 പ്രതി കൊലപ്പെടുത്തിയത് കൂടോത്രം ചെയ്തു എന്ന സംശയത്തെ തുടർന്നാണ് എന്നാണ്. അന്ധവിശ്വാസി തന്നെയായിരുന്നു ചെന്താമര. അപ്പോൾ ഒരു ജ്യോത്സ്യൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വൈരാഗ്യമുണ്ടാവുകയും അതിന് പിന്നാലെ കൊലപാതകം നടത്തുകയും ചെയ്തത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ടി നന്ദഗോപാൽ നൽകിയത്.